വെൽക്കം ടു ഓൾ. നമ്മുടെ പെയിന്റിംഗ് ടീമിന്റെ ഹോൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. E4 എക്സ്പീരിയൻസിന്റെ പുതിയ ചിത്രമായ പെയിന്റിംഗ് ഇന്ന് വൈകിട്ട് മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. സോ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചിത്രത്തിന്റെ ഡയറക്ടറായ ഫെബിൻ സാറിനെ സ്വാഗതം ചെയ്യാം. ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവരും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പെണ്ണേഴ്സ് നാളെ റിലീസാവുന്നത്. രാത്രി 7 മണിക്ക് സോഫ്റ്റ് ലോഞ്ച് എന്ന രീതിയിൽ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അപ്പം ഒരു കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഏറ്റവും പുതിയ സിനിമ പെയിന്റിംഗ് നാളെ റിലീസാവാൻ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളൊരു പ്രീമിയർ തൊട്ട് തുടങ്ങാൻ. അപ്പോൾ നാളെയാണ് മാർക്കറ്റിൽ ഒഫീഷ്യൽ റിലീസ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത സിനിമയുടെ ഹക്കീമുണ്ട്, ഞാനുണ്ട്, ഷാദക്ക, അജു ചേട്ടൻ, രമേശ് പിഷാഗരി, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് സിനിമയിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. ഇന്ന് വൈകിട്ട് 9-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ട് പെയ്ഡ് പ്രീമിയറിനാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് പോലെ തിയേറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് ഷോയിൽ തീർത്ത് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല പക്ഷേ ഒന്നുമില്ല, നമ്മള് ഡേറ്റ് 16 പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിന്റെ ഒരു ധൃതിയൊക്കെ ഞങ്ങളുടെ ഉണ്ട്. ആ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. കാരണം എല്ലാവരും 16-ാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് അപേക്ഷിക്കുക. താങ്ക് യു. നല്ല ചോദ്യങ്ങളിലേക്ക് കിടക്കല്ലേ പോലെ നിങ്ങളെ ഇന്നത്ര പോലെ എന്തുകൊണ്ടാണ് ഒരു പെണ്ണ് കേസ് എന്നൊരു ടൈറ്റിൽ ആദ്യമായി പെണ്ണേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്ന ആ ഒരു പെണ്ണേഴ്സ് അല്ല. പക്ഷെ ഒരു പെണ്ണ് പ്രതിയാകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ പെണ്ണ് കേസ്. പെണ്ണ് സ്ത്രീ ഒരു കേസ് പെട്ടുപോകുമ്പോൾ പറയുന്നൊരു പേര്. ആ രീതിയിലാണ് അത് ക്യാച്ച് ചെയ്ത് തോന്നി. അങ്ങനെയാണ് പെണ്ണ് കേസ് പ്രതികരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ പെണ്ണ് കേസിൽ പെടുമ്പോഴാണ് പെണ്ണ് കേസ് എന്നുള്ള പേര് വ്യാഖ്യാനിക്കാറ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പെണ്ണുണ്ടാക്കുന്ന കുറെ കേസിന്റെ പുറകെ കുറെ പുരുഷന്മാർ പോകുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയും ഉണ്ട് ഈ ആ പെണ്ണ് കേസ് എന്നാ പറയാറുണ്ട്. ഇത് ശരിക്കും ഇതിൽ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണോ? അത് മാത്രമല്ല, ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരുപാട് കോമഡി ചെയ്ത നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് കലാകാരനുണ്ട്. ഒരു കോമഡി ആയിട്ടുള്ള സീരിയസ് സബ്ജക്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ഇൻസിഡന്റിന്റെ ബേസിലാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നത്. ഈ അടുത്ത വാർത്തകളൊക്കെ അതിനു മുന്നേയും ഒരുപാട് എനിക്ക് 2007 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇപ്പം കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ്. അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമ കൂടി ഇതിലാണ് പടത്തിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? കാരണം നോർമലി ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫീമെയിൽ ഇച്ചിരി ബോൾഡ് ആയിട്ട് കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഫീമെയിൽ ഇച്ചിരി ക്യാരക്ടേഴ്സ് പഠിക്കാതെ കഥാപാത്രങ്ങൾ ചെയ്യണം, നോട്ട് ബബ്ലി, നോട്ട് ക്യൂട്ട്, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾ കഥാപാത്രം കേട്ട സമയത്ത് തന്നെ ഫീൽ ചെയ്തത്? എനിക്കിതിനകത്ത് വേറായിട്ട് തോന്നിയതാണ്
നോർമലി നമ്മൾ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയായിരിക്കും കഥ, ഇങ്ങനെയായിരിക്കാം അവസാനം, ഇങ്ങനെയായിരിക്കാം ഇന്ന കാരണങ്ങൾ കൊണ്ടാവും പുള്ളിക്കാരി ഇന്ന കൊണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതായിരിക്കും, അതോ സ്ഥിരം പ്രഡിക്റ്റബിൾ പ്രശ്നമാവും? ഇല്ല, അങ്ങനെയല്ല. എല്ലാ സിനിമകൾക്കൊക്കെ ഉള്ള കഥകൾ തന്നെയാണ്. വലിയ ഭയങ്കരമായിട്ട് മാറ്റം എന്താണെന്നൊന്നും പറയാനില്ല. പക്ഷെ അതേപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഫാക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വുമൺ പെർസ്പെക്റ്റീവ് കഥയല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ എന്ന് പറയുന്നതിലും ഇത് ഈ കേസിൽ പെട്ടുപോകുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനൊരു സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്? കാരണം എല്ലാവരും നമ്മൾ പലപ്പോഴും ഒരു സബ്ജക്ട് ഇങ്ങനെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് നമുക്കും പറയാനുള്ള കഥകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനത്തെ ഇങ്ങനെ സിനിമകൾ വരണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതേപോലെ സിനിമ ഇറങ്ങുവാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ കഥ കേട്ട സമയത്ത്, അല്ലെങ്കിൽ ഇത് സിനിമയാകുമ്പോൾ കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ നീലുണ്ടാക്കുന്ന ക്യാരക്ടറിന്റെ കേസ് എല്ലാം അന്വേഷിച്ച് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി പറഞ്ഞ പോലെ ഇവരെന്നോട് ഇതൊരു ഒരു വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് യൂണിഫോം ഇട്ട് ഒരു പോലീസ് പരിപാടി സ്ക്രീനിൽ ആദ്യമായിട്ട് ഇതിനകത്താണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ടാവും, പിന്നെ നമ്മൾ ഈ കാണുന്നൊരു ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന രീതിയിലല്ല എന്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കും. പുള്ളി ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള പോലീസുകാരനാണ്, സത്യസന്ധനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. നോർമലി ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടോ റൈറ്റ് ടൈമിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിടെ റീസെന്റ് ആയിട്ട് നടക്കുന്ന കുറെ ഇഷ്യൂസുകൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളിലും അല്ലെ സ്ത്രീകളിലും ഇങ്ങനെ പ്രവണതകളുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ടും അല്ലെ ചെയ്തും വൈറലാവാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു റീലിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പം ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതയില്ലാത്തവർക്ക്? സ്ത്രീകളും പുരുഷന്മാർ സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയാനോ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാനോ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് നമ്മൾ കൂടത്തായി കേസുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. രണ്ടുപേരും ആരും സേഫ് എന്നൊക്കെ പറയും. ശരിക്കും സിസ്റ്റത്തിന്റെ ഒരു ചായ്വ് ചിലപ്പോൾ പല വിക്ടിമൈസ് ചെയ്യപ്പെടുക, അല്ലെ വിക്ടിമിന്റെ ഹൈഡ് ശരിക്കും അവരൊരു സിസ്റ്റം ഉള്ളതാണ്. പക്ഷെ ഇത് രണ്ടു വശത്തും ഉണ്ടാവേണ്ടതല്ലേ? ഒരാണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ലേ? ഒരാണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയല്ലല്ലോ. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരാളിന് ആദ്യം ഉണ്ടായപ്പോ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ല അയാളുടെ പേര് അയാളുടെ കുടുംബം എന്തായിത്തീരുമെന്നോ അറിയത്തില്ല. പിന്നീടാണ് ഈ തെറ്റൊന്നുമില്ല എന്നറിയുന്നത്. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ ഫ്രസ്ട്രേഷൻ, അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പം ശരി, അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്കും ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാമല്ലോ. ഉണ്ടാവും. പക്ഷെ അവർ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നില്ലല്ലോ. ഒരു ആണിന്റെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുന്നു, ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവിടെ എക്സ്പോസ് ആവുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റു കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നുണ്ട്. സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ
അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു വിക്ടിം ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതില് നിഖിലയുടെ കാസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം കഥ എഴുതിയപ്പോൾ ഈ ഇപ്പോ നിൽക്കുന്ന ആരാണ് ഏറ്റവും ബെറ്റർ എന്നാണല്ലോ നോക്കുക. എന്തെങ്കിലും ചേഴ്സായിട്ട് പോയി നോർമലി നമ്മളൊരു ഇപ്പൊ കഴിഞ്ഞിടയിൽ ആദ്യത്തെ കുറ്റവാളി എന്നൊരു സിനിമ ഇറങ്ങിയത് ആസിഫ് അലിയുടെ. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ഏത് വശത്തിന് 2 വശങ്ങളുണ്ട്. അപ്പം അത് ചർച്ച ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. അല്ലെങ്കിൽ സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. നിയമം എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. 2 വശങ്ങളും ഒരു പുരുഷനെ ശിക്ഷിക്കാൻ മാത്രമല്ല, സ്ത്രീയെ സംരക്ഷിക്കാൻ മാത്രമല്ല, പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കാനുള്ളതാണ് സിസ്റ്റം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇങ്ങനൊരു സബ്ജക്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? അല്ല ഇത് എന്താ പറയുന്നത്, എന്താ പറഞ്ഞു വെച്ചതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടോ? സിനിമ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പെണ്ണ് കേസെന്നുള്ള ടൈറ്റിൽ അറിയാം. ഒരു സ്ത്രീ ഒരു 100 പേര് ചതിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് സിനിമ കണ്ട ശേഷമാണ് അതിനുള്ള കൃത്യമായി ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏത് പക്ഷത്താണ് നിന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിൽക്കുന്നില്ല. ഇന്ന പക്ഷം സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവ്. ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്. അതാണ് എന്റെ ചോദ്യം. നിഖില, അതായത് ഇപ്പൊ കഴിഞ്ഞിടയിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന ചർച്ചകളാണ്. ഇപ്പൊ സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ, സ്ത്രീകളെ സബ്ജക്ട് ആക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറെ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പക്ഷങ്ങൾ ചേർത്തല്ല സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊരു ആർട്ട് ഫോമിലേക്ക് ആളുകൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ രണ്ട് പക്ഷം എന്നൊക്കെ ആയിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഒരു ആർട്ട് ഫോമിനെ തന്നെ എന്താ പറയുക രണ്ട് രീതി കാണുന്ന പോലെ തോന്നുമല്ലേ? സിനിമയാണെങ്കിൽ സിനിമ, സ്ത്രീപക്ഷാലെ കുറിച്ചുള്ള സിനിമ എന്ന ലെവലിലേക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഭൂരിപക്ഷം മാത്രം കേൾക്കുന്നു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഒരു മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവും കൂടെ കേൾക്കണമെന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യാന്നുള്ളതേ പറയുന്നുള്ളൂ. അത് ഇന്ന പക്ഷം പിടിക്കണം അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമകളോട് ഉണ്ടാവരുതെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ പാരലലി സ്ത്രീകളുടെ കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ലല്ലോ പറയുന്നത്. അത് ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവണമെന്ന് പറയുന്നതിന് എനിക്കറിയാം നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാൻ തോന്നുന്നു. അല്ല, അത് മാത്രമല്ല. കാരണം വെച്ചാൽ ഇതിങ്ങനെ ചർച്ചകൾ നടന്ന സമയത്ത് അത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടല്ലേ കാണണ്ടേന്ന് പറയുമ്പോൾ നമ്മൾ 2 പക്ഷവും കേൾക്കണല്ലോ. ഒരു ഇൻഡസ്ട്രി മെയിൽ ഡോമിനന്റ് ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. തെറ്റില്ല. പക്ഷെ അതേ അവര് തന്നെ പറയുന്നു. ഇപ്പൊ സ്ത്രീകൾ നോർമൽ അമ്മ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കരച്ചിൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കാമുകി കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ നിങ്ങൾ കണ്ടില്ല. അതൊക്കെ പക്ഷെ 2025 അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അവരെയും കൂടെ കൺസിഡർ ചെയ്യുന്നു പറയുന്നതേ ഉള്ളൂ. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായില്ല എന്നില്ല എന്നുള്ളതായിരിക്കാം ചർച്ച. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഇപ്പൊ സ്ത്രീകൾ അത് ബ്രേക്ക് ചെയ്ത കഥാപാത്രങ്ങൾ ഒരുപാട് 2025 വന്നു. ഇപ്പോൾ ഒരു സ്ത്രീകൾ വയലൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തിയേറ്ററിൽ വിജയം ഉള്ള സിനിമകൾ ആസ്വദിക്കുന്ന പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ആ സിനിമകൾ. പക്ഷേ ഒരു ഇതേ വിഭാഗം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്ര വയലൻസ് ഉള്ള കഥാപാത്രമാക്കുന്നത്, സ്ത്രീയെ എന്തിനിങ്ങനെ ആക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ ഇവര് തന്നെ നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെ വയലൻസുള്ള സ്ത്രീകൾ കാണിക്കരുതെന്നുള്ളത് അവർ പറയുന്നതാണ്. നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൊസൈറ്റിയിലെ എന്നുള്ളതായിരിക്കും കൺസിഡർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരേ ചട്ടക്കൂട്ടി തന്നെ 2 വാദങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിന് പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ, സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല. പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മൾ
ലേബിൾസ് ഉണ്ട്, സി സ്റ്റുഡിയോസ് ഉണ്ട്, ഇത്തരം വലിയ ബ്രാൻഡുകൾ ഫസ്റ്റ് മൂവീസ് എങ്ങനെയായിരുന്നു അവരെ കൺവിൻസ് ചെയ്തായിരിക്കും? അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. കാരണം കഥ നമ്മുടെ എനിക്ക് കഥ തന്നെയായിരിക്കും. അത് തന്നെയാണ് സ്ക്രിപ്റ്റ് തന്നെയാണ് എന്റെ പറയാം. ഞാൻ നല്ലൊരു കഥ കുറച്ചുകാരൊന്നല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് തന്നെയാണ്. നിഖില പെണ്ണേഴ്സിലേക്ക് വരുമ്പോൾ ഒരു കോമഡി പടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതില് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സും ഉണ്ട്, ആർട്ടിസ്റ്റുകൾ രമേശേട്ടനാണെങ്കിലും അഖിലേട്ടനാണെങ്കിലും. ഇപ്പൊ നിഖിലയാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ ഇതിൽ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിലും അങ്ങനത്തെ രീതിയിൽ? ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടമല്ല. ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷനാണ് അതിനകത്ത് കോമഡി ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യാം. അപ്പം എന്റെ പ്രശ്നങ്ങൾ എന്തെയാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ആൾക്കാരല്ല. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമയല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈനർ സിനിമയാണ്, കോമഡി സിനിമയല്ല. ഇതിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ? മൾട്ടിപ്പിൾ കല്യാണം കഴിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരിക്കും? ഇപ്പൊ കോളേജിലാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എവിടുന്നപ്പോ കിട്ടിയാണ്? റെഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വാർത്തകൾ വരാറുണ്ടല്ലോ, കല്യാണ തട്ടിപ്പ് നടത്തുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ പറ്റിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് പടത്തിൽ നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു. അതൊരു വാർത്ത വന്നപ്പോൾ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു. അവര് ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവര് യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത്. നമ്മൾ റിയൽ ലൈഫിൽ ഞാനിങ്ങനെ പറ്റിച്ചു പോകുന്നാരെയും ഞങ്ങൾ കല്യാണം കഴിച്ച് പറ്റിച്ചു പോകുന്നാരെയും കണ്ടിട്ടില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നമുക്കത് പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹം ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നിട്ട് ഇപ്പൊ പറ്റിക്കപ്പെട്ട ആള് പടത്തിൽ വർക്ക് ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണ് കേസ് പേരിൽ തന്നെ ഒരു കേസ് ഉണ്ട്. അപ്പൊ പൊതുവെ ഇപ്പം സ്ത്രീകൾ അല്ലെ സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ സംഘടനകളൊക്കെ സിനിമയായി കഴിയുമ്പോൾ വരാറുണ്ട്. അത് പക്ഷെ എല്ലാ പടങ്ങളിലും വരാറില്ല, പുറത്തുള്ള പടങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. ഇതിൽ പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ്, പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് സാധിക്കും വേണമെങ്കിൽ നേരിടാം. എന്തുവന്നാലും നേരിടാൻ തയ്യാറാണ്. ഇല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയേ ഇത് നമ്മളൊരു സമൂഹത്തിന് ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടല്ല നമ്മൾ ഒരു എന്റർടൈനർ പർപ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവരുത് എന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ മെസ്സേജ് കൊടുക്കണം ഉദ്ദേശമോ അങ്ങനെയില്ല. ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റർ ഒക്കെ ആയിട്ട് വരുന്ന റോഡല്ലേ സാധാരണ ഇതിലെ ഇൻവെസ്റ്റിഗേറ്റർ ജനറലി ആ സ്കാം നടത്തുന്ന ഒരാളെ ഒന്ന് ന്യായീകരിക്കാറുണ്ട്. റോബിൻ ഹുഡിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ന്യായീകരിക്കാവുന്ന കാരണം ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണൽ ലൈഫിൽ കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണോ? ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തരം പറയാൻ പറ്റിയ സിനിമയായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഈ പടത്തില്. അപ്പോ അതിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായാലും ഉണ്ട് ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പോലീസ് യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആണല്ലോ. ആ യൂണിഫോമിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത്. അപ്പൊ അതിൽ നിന്ന് ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നത് പാടാണ്. അല്ല, ഞാനിതൊരു പടം കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടി. അപ്പൊ ഇതെങ്ങനെ വന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ എന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു മീറ്ററാണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോ 4 കാലേ വീഴുമോ
പോലീസാണ് പറയുന്നത്. എനിക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഇതില് ബ്രോയുടെ ഔട്ട്ലുക്കും ആ ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മീറ്റോറും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ്. ആദ്യമേ മീശയിലേക്കാണ് ശ്രദ്ധ പോയത്. ഓക്കെ, അപ്പൊ എത്രത്തോളം ഇങ്ങനെ വെറൈറ്റി കൊണ്ടുവരാനെ കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്? ഇല്ല, ഇതിപ്പോ പോലീസുകാർക്ക് താടി വയ്ക്കാൻ പറ്റില്ല. അപ്പൊ താടി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇയാൾ ഇതിനകത്ത് CA ആണ്. എന്നെക്കാളും എന്റെ ആക്ച്വൽ എഞ്ചിനീയറും കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഫെബിന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഇത് വേണം, ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത്. അങ്ങനെ കൊടുത്തതാണ്. ഈ ഒരു സബ്ജക്ട് എന്തെങ്കിലും കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു രീതിക്ക് ഫെമിനിസം എന്നുള്ളൊരു പേരും കൂടി ആവുമ്പോഴത്തേക്ക് സബ്ജക്ട് തിയേറ്റർ എഴുതുമ്പോൾ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം എന്നാലും ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റിംഗിന്റെ ഒരു പ്രത്യേക പോസിറ്റീവല്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഈ വാർത്ത കിട്ടി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പെണ്ണേഴ്സ് എന്നുള്ള പേര് വന്നത്. ആലോചനയിൽ കിട്ടിയത്. ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ആവുമ്പോഴേക്കും കല്യാണ തട്ടിപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിവാദമാകാനൊക്കെ ചാൻസുള്ള സബ്ജക്റ്റാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഈ സബ്ജക്ട് കോമഡി ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എത്ര സീരിയസ് ആയിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെല്ലാം അതെല്ലാം ഒരു കോമഡി ട്രാക്കിലൂടെ പോകുമ്പോൾ അതൊരു പ്രശ്നമാവില്ല എന്ന രീതിയിൽ അതുകൊണ്ടാണ് അതിപ്പോ കോമഡി ട്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊരു സേഫ് ആയതുകൊണ്ടാണ് അങ്ങനെ കോമഡി ട്രാക്ക്. കോമഡി അതിപ്പോ നമ്മുടെ പഴയ സിനിമകളിലൊക്കെ വലിയ സംഭവങ്ങളൊക്കെ കോമഡി കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പട്ടിണിയായാലും ഇപ്പൊ ഈ സന്ദേശം സിനിമയൊക്കെ സീരിയസ് ആണ്, സബ്ജക്ട് വളരെ സീരിയസ് ആണ്. പക്ഷെ അത് നമുക്കാണത് കോമഡിയാണ്. ഇത് ബേസിക്കലി ഒരു പെൺകുട്ടി നടത്തുന്ന വിവാഹത്തട്ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്കിത് കോമഡി കൂടെ തന്നെ പറയാം എന്നുള്ള രീതിയായിരുന്നു. റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ കേസ് സ്റ്റഡിയൊക്കെ പലപ്പോഴും അവരുടെ ഒരു പ്രത്യേകത, അവര് പല കല്യാണങ്ങൾ പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അവർക്ക് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആവാൻ പറ്റില്ലെങ്കിൽ ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് ഒപ്പമുള്ള പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അതായത് ദേഷ്യക്കാരുടെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണെങ്കിൽ അയാളെ കുറച്ച് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ഇവരുടെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു കോൺ ആർട്ടിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു മീറ്റർ ഉണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. കല്യാണം കഴിക്കാൻ പറ്റിക്കുക, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിയുന്നത് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് പോലെ ആണ്. അതിലേക്കുള്ള ട്രാക്കിംഗ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ്. അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴേ സ്നേഹം എത്ര ബുദ്ധി ഉണ്ടെങ്കിലും ഒരാൾ മണ്ടനാക്കും, അങ്ങനെ തിരിച്ചറിവ് കിട്ടിയ എന്നെയാണ് ഉദ്ദേശിച്ചത്. സാധാരണ എല്ലാം ബുദ്ധിയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഹെഡ് മാസ്റ്റർ, ഞാൻ ഹെഡ് മാസ്റ്റർ പോലീസല്ല, ഞാനൊരു പൊളിറ്റീഷ്യനാണ്. ഒരു പൊളിറ്റീഷ്യന്റെ ജീവിതത്തിൽ ഒരു കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ കടന്നു പോകുന്നതാണ്. അയാൾ ഈ പെണ്ണ് കെയർ ചെയ്യുന്നുണ്ടോ? കെയർ ചെയ്യുന്നത് വെച്ചാൽ ഉണ്ടോ അറിയില്ല. ഇയാൾക്കുണ്ടാവുന്നതാണ്. ഇയാൾ മുഖേന ഉണ്ടാവുന്ന പ്രശ്നമല്ലല്ലോ. ഇയാൾക്കുണ്ടാവുന്ന ഒരു പെണ്ണ് കേസാണല്ലോ. ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല. അതായത് അതൊരു പദ്ധതി.
റിലീസിന് ജനനായകൻ പോസ്റ്റ്പോൺ ചെയ്ത് അതോടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ആക്ച്വലി പന്ത്രണ്ടാമത് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ ചാടി വന്നു. 10,000 പ്ലാൻ ചെയ്തിട്ട് ജനനായകൻ മാറിയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാളെ സ്വാഭാവികമായിട്ടും സ്ക്രീനിന്റെ എണ്ണം കൂടും. ഒരുപാട് ആളുകളെ സ്നേഹിക്കുകയും ഇതിലെ കഥാപാത്രമാണ് സിനിമ കണ്ടാൽ അറിയാം. അല്ല അതിപ്പം ഈ സിനിമയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നതൊക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ അറിയാം അവർക്ക് എങ്ങനെയാണ് ആൾക്കാരോടുള്ള അറ്റാച്ച്മെന്റ് എന്നുള്ളതൊക്കെ. എങ്കില ഒരു ക്യാരക്ടർ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ നോർമലി എല്ലാവർക്കും പറയാറുള്ളതാണ് ഏതൊരു ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ സീരിയൽ കില്ലിംഗ് ആണ്, ഒരാൾ എന്തിനാണ് കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലും എന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കാരണം കൊണ്ട് കൊല്ലാം എന്നൊരു ഇതുണ്ട്. അല്ലെങ്കിൽ ഒരു റീസൺ ഒരു ക്യാരക്ടറിന് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില ക്യാരക്ടേഴ്സിന് നിർബന്ധമുണ്ട്. നിഖിലയുടെ പെർസ്പെക്റ്റീവില് ഒരു കഥാപാത്രം കിട്ടുവാണെങ്കിൽ കഥാപാത്രത്തിന് ഒരു ബാക്ക് സ്റ്റോറി ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയിൽ പോവാ എനിക്ക് തോന്നിയ കാര്യം ചെയ്യുന്ന അങ്ങനെ ഒരു മോഡാണോ? ഇപ്പൊ എനിക്ക് അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് എല്ലാ സിനിമകളിലും ഞാൻ എടുത്തു നോക്കുമ്പോൾ ചിലത് ഹീറോ പെർസ്പെക്റ്റീവിൽ പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിന്റെ അടുത്തോ ഡയറക്ടേഴ്സിന്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവരുടെ അത് സിനിമയിൽ ഉണ്ടാവണമെന്നില്ല, ബിഹൈൻഡ് ദ സീൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം സിനിമയിൽ ഇപ്പോഴും എല്ലാം കാണിക്കാനുള്ള അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറിനത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാണ്ടിരിക്കാറുണ്ട്. ശരിക്കും സിനിമകളുടെ സ്വാതന്ത്ര്യം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ ഒരു സിനിമ ഒരു ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു കഥാപാത്രത്തിന് പേര് പോലും സൂക്ഷിച്ച് നോക്കി കണ്ടുവിടുക എന്നുള്ളത് ഒരു റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ്, ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. എന്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം, അത് എന്താണ് അയാളുടെ പേര്, അയാളുടെ സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യമാണത്. പക്ഷെ അത് മൂന്നാമതൊരാൾ എവിടെയോ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് കഴിയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണത്. ശരിക്കും ആ ഒരു സ്വാതന്ത്ര്യം സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അതിനകത്തിപ്പം അഭിപ്രായം പറയേണ്ടത് അത് എന്റെ എഴുത്തുകാരനും ഡയറക്ടറുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കാണ് അതിന്റെ വേർഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും. അപ്പൊ അവരുടെ അഭിപ്രായമാണ് അതിനകത്ത് കേൾക്കേണ്ടതെന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമതൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു വിലക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യരുത്, ആ കഥ അങ്ങനെ ചെയ്ത് മോശമായിപ്പോയി. അപ്പം ആരെന്നൊരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിന് വന്ന സെൻസർകെട്ടുകളും ഇതൊക്കെ ചർച്ചയായതാണ്. ഒരു ബീഫ് ബിരിയാണി അതൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കഥാപാത്രം ചിലപ്പോൾ അങ്ങനെ പോകുന്ന ഇതാ മനുഷ്യനായതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനെ പോലും ഒരു രാഗി കെട്ടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ന കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് കട്ട് വീഴുന്ന പറഞ്ഞാൽ കഥാപാത്രത്തിനെ തന്നെ മാറ്റുന്നതിന് തുല്യമാണ്. അപ്പൊ താങ്കൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൽ ഇങ്ങനെ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഹൗ ഡു യു ഫീൽ? ആ സമയത്ത് എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതായത് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ഡയറക്ടറുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, അതിന്റെ കഥ എങ്ങനെയാണ്, അതിന്റെ സിറ്റുവേഷൻസ് എന്താണ്, ആ കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങൾ പോകണം എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മൂന്നാമതൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം, അത് മോശമാണ്, ഈ സീനിൽ അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം, ചെറിയ കാര്യങ്ങൾ ആരും നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ പൊക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ഒരു പേര്, ഒരു രാഖി, ഒരു ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പോലും കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
വേറൊരാളാണ് ഇത് സിനിമ എന്നുള്ള മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നലില്ലേ? അല്ലെ എന്റെ ആവിഷ്കാരം എനിക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഒരു ആരോ നിയന്ത്രിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പൊ ഞാൻ ചെയ്തൊരു പടം മനീഷി എന്നാണ് പടത്തിന്റെ പേര്. വിട്ടുമാരനാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ അതിപ്പോഴും സെൻസർ ഇഷ്യൂ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ 64 കട്ട് വേണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവര് കോർട്ടിലത് ചാലഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് 34ആയി, 14ആയി, 10ആയി, അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒരുപാട് പ്രാവശ്യം കോടതി കയറി ഇറങ്ങി അവസാനം ജഡ്ജി പടം കാണുന്നുണ്ടാവും. ജഡ്ജി പടം കണ്ടുകൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് 2 കെട്ട് മതി. സോ ബേസിക്കലി ഒരു സെൻസർ ബോർഡ് ഉണ്ടാവുമല്ലോ. സെൻസർ ബോർഡ് പറയുന്ന സ്ഥലത്ത് വേണം. അവർക്ക് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാവും അവര് നോക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ച് ഹെൽമെറ്റ് വെക്കാതെ അതിന്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഇതൊക്കെ റെഫറൻസിന് തരുന്നതിന് പ്രശ്നങ്ങളുണ്ട്. അത് അവര് ചെയ്യുന്ന അവരുടെ ജോലിയായിരിക്കും. അല്ലാതെ അവരുടെ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമയോടോ ഒരു പ്രത്യേക സമുദായത്തോടോ പ്രശ്നമാണെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൊടുത്തിട്ടായിരിക്കും പിന്നെ ഫോർമാറ്റ് ചെക്ക് ചെയ്യണം. എപ്പോഴും തോന്നിയിട്ടുണ്ടോ റീസെന്റ് ഇഷ്യൂസ് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെയോ പാർട്ടിയെ സംബന്ധിച്ചാണ് ഇത് നടക്കുന്നതെന്നൊരു തോന്നലങ്കാരം? ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. പണ്ട് ഇപ്പൊ ഒരു പ്രത്യേക പാർട്ടി വന്നിട്ടുള്ളതല്ല. അന്ന് അവരുടെ അജണ്ടാസ് അജണ്ടാസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല. എന്റെ അഭിപ്രായത്തില് മൂവി മേക്കിംഗ് ഭയങ്കര അൺഅപ്പോളജറ്റിക്കൽ ആയിരിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. മൂവി മേക്കിംഗ്, സിനിമ പറയലും അങ്ങനെ ഒരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. പറയാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാ തരത്തിലും അത് ഭയങ്കര രസമാണ്. അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഇപ്പൊ തിയേറ്ററിൽ എന്താ ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വെറുത്തായിട്ട് ചിരിച്ചിറങ്ങി അല്ലെങ്കിൽ രണ്ടാമതൊരാളെ വിളിച്ചിട്ട് അളിയ ഈ പടം കാണണം കേട്ടോ, ഏതൊരു ഫാമിലി ആയിട്ട് പോകാം കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ സർവമായ ഒരു സിനിമ ഇറങ്ങി. ഇപ്പൊ പ്രേക്ഷകർ അത്രയും ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തിയേറ്ററിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെ ആ ഒരു ഓവറൊക്കെ നിന്ന് അയ്യോ എന്നൊരു മൂഡിൽ ഇറങ്ങുന്ന സിനിമകളും ഉണ്ട്. അപ്പൊ പെണ്ണേഴ്സ് എങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പ്രേക്ഷകന് നൽകാനായിരിക്കും? അല്ലെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സബ്ജക്റ്റും അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നൊരു മോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാപ്പി മോഡിൽ ഇടന്ന് വന്ന് ഫണ്ണായിട്ട് കണ്ടുപോകാം എന്ന് പറയുന്ന ടൈപ്പ് ഒരു മോഡൽ? ബേസിക്കലി ഞാനൊരു എന്താ പറയുക ഭയങ്കര വയലൻസിന്റെ സിനിമകളുടെ ഫാനല്ല. കാരണം അങ്ങനത്തെ സിനിമകൾ മോശമല്ല, അങ്ങനത്തെ സിനിമകളുടെ ഫാനല്ല. ഇപ്പൊ റീസെന്റ് ഇതിന് മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളിൽ നന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വയലൻസ് ഉള്ള പടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ട്രോമ തരുന്ന ഒരു പടങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് നിന്ന് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന സന്തോഷം എന്റർടൈൻമെന്റ് ആണ്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഒരു കോമഡി മൂവി അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട്, ഇമോഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ ഡ്രാമയുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എല്ലാം സിറ്റുവേഷനാണ്. കോമഡി പറയാൻ വേണ്ടിയിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഒന്നുമില്ല ഇതിനകത്ത്. ഓരോരുത്തരുടെ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര തമാശയായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ വയലൻസ് മൂവി കണ്ടിറങ്ങിയ ഒരു മൂടായിരിക്കില്ലേ പടം കണ്ടിറങ്ങിയത്? ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? അല്ല, വേറൊരു കാര്യം, ഇതിനകത്ത് നീലയുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഒരുപാട് ഇമോഷൻസിലൂടെ നീല കടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു കള്ളിയായിട്ട് തോന്നാം, അതുപോലെ തന്നെ വേറെ ഭയങ്കര ഡെപ്തുള്ള ഇമോഷൻസിലൂടെ നീലയുടെ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നീലയുടെ ക്യാരക്ടർ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം.
സൈഡിലേക്ക് പലപ്പോഴും പറയുന്നത് ആണ് ഒരു മെയിൽ ആക്ടർ റൊമാൻസ് നന്നായിട്ട് ചെയ്യുന്നു, ഇതിനൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയും. പക്ഷെ ഒരു ഫീമെയിൽ ആക്ടറിനെ വേണ്ടിയിട്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് കേട്ടിട്ടില്ല. ഒരു നടി നന്നായിട്ട് റൊമാൻസ് ചെയ്തുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്നും കൊടുക്കുന്ന കണ്ടിട്ടില്ല. അത് അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പോ ഒരു പടത്തിലൊരു നായകനെ 3 പെൺപിള്ളേരൊക്കെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യമൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട്. തമിഴിലൊക്കെ തീരാതെ വിളയാട്ട് പിള്ളേ എന്നൊക്കെ ഉണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്, മുകേഷ് ഏട്ടനൊക്കെ അങ്ങനത്തെ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീ അങ്ങനെയല്ല പോർട്രേറ്റ് ചെയ്യുക പലപ്പോഴും. ഇത് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ടുണ്ട്. സ്ത്രീകളുടെ സൈഡിൽ പല പുരുഷന്മാരെ പ്രേമിക്കുന്നതിനകത്ത് ഒരു ഫണ്ടുണ്ട്. ഇപ്പൊ മധുരമനോഹരമോഹത്തിൽ ആ ഒരു ആംഗിൾ ഉണ്ട്. അതിനെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ ചെയ്ത് സൈസ് ചെയ്ത് പെണ്ണരത്തിൽ കാണിക്കുക. ഉണ്ടാവാം, അങ്ങനെ മാച്ചോ വുമൺ അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ പറഞ്ഞില്ലേ, അതിന് നമ്മൾ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതായി പോയി അങ്ങനെയല്ല. കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇന്നലെ ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ ഇതിന്റെ പിന്നെ കണ്ടു, അതായത് ഇതൊക്കെ ഒരു തൊഴിലാണെന്നാണ് പറഞ്ഞത്. അതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കള്ളൻ എന്ന് പറയുന്നത്, അതുപോലെ മോഷണം എന്ന് പറയുന്നത് അവർക്ക് തൊഴിലാണ്. നമ്മളതിന് അതൊക്കെ ഒരു തൊഴിലാണെന്ന് വെച്ചാൽ അതും തൊഴിലാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം തൊഴിലാണ്. ഓൺലൈൻ മീഡിയ പറയുന്നത് അവർ തൊഴിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പം എന്താ പറയാ, അതൊരു നല്ല കാര്യമല്ലാതെ തോന്നിയാൽ പോലും അവർ ചെയ്യുന്നത് അവർക്ക് തൊഴിലാണ്, അല്ലേ? അവർ ചെയ്യുന്ന കാര്യം അവർക്ക് തൊഴിലായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം തൊഴിലാണ്. ഇതിനും അങ്ങനെ അതൊരു തൊഴിലായി ജീവിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് 100% പ്രൊഫഷണൽ. 100% പ്രൊഫഷണൽ. കല്യാണം കഴിക്കുന്നതാണ് ആരും കേൾക്കുന്നു? നിനക്കെന്താ തോന്നുന്നു? അപ്പൊ അതല്ല, നിനക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓരോരുത്തർക്കും എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും, നിനക്ക് എന്ത് തോന്നുന്നത് നിനക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത്രേ. പെണ്ണ് കേസിലെ കല്യാണ തട്ടിപ്പാണ് കണ്ടത്. പക്ഷെ ആ ഒരു സാധനം ആരും എത്ര നേരം അവര് പറയുന്നത് അത് കറക്റ്റ് കിട്ടിയില്ല. ഇപ്പോഴാണത് ട്രെയിനറിലുണ്ട് കല്യാണ തട്ടിപ്പ് നടത്തി പറ്റിക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. വാഴ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ് വാഴ. ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തമിഴിലാണെങ്കിൽ. നിഖില എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് വാഴയിലെ പോലത്തെ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറാണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ള ക്യാരക്ടറാണ് ഇനി നമുക്ക് അതല്ലാമെങ്കിൽ തമിഴ് മാത്രമല്ല മറ്റു അതല്ലാമെങ്കിൽ പോകുമ്പോൾ നിഖില എങ്ങനത്തെയാണ്? ഇല്ല, അങ്ങനെയല്ല. അപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ തമിഴാണ് മലയാളം കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. തമിഴില് എനിക്കിങ്ങനെ ഭയങ്കര റഷില്ല, ഒരുപാട് സിനിമ ചെയ്യണം എന്നുള്ളതില്ല. ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാന്നുള്ളതുണ്ട്. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ നല്ലതാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്യുക. അപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും അപ്രിസിയേഷൻ വരുന്നത്. മറ്റേതിലൊക്കെ ചിലപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ തോന്നാം. ചിലപ്പോൾ പെണ്ണ് കേസിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നല്ലത് മാത്രം കാണിച്ചാൽ അല്ല, എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. അതിൽ എന്താണ് പുതിയതായിട്ടെന്ന് ചോദിച്ചാൽ, കല്യാണം പറ്റിയിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം. അവസാനമായി പ്രേക്ഷകരോട്, ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് തിയേറ്ററിലൊക്കെ കാണും. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും, നല്ല സിനിമ. വലിയ പറയാം, കണ്ടിട്ടുണ്ട്. താങ്ക് യു.